ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒപ്പിട്ടിരിക്കുകയാണ്. ഒപ്പിടുക എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി കേന്ദ്രത്തിന് എല്ലാ അവകാശവും കൊടുത്തുള്ള ഒരു കരാറിലാണ് ഒപ്പുവെച്ചത്. ഇതെല്ലാം വിശദീകരിച്ചതാണ്. പിന്നെ എന്തിനാ ഒപ്പിട്ടത്? നിയമസാധ്യത ഇല്ലാത്ത നോക്കിയിട്ടാണ് ഒപ്പിട്ടത്. പുതിയ സർക്കാരിന് റദ്ദ് ചെയ്യാൻ എവിടെയാണ് അതിൽ ഓപ്ഷൻ ഇല്ല. ഞങ്ങളത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞതിന് രാജ്യത്ത് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷം കേരളത്തിലുണ്ടാവും. അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ. വേറെ ഗവൺമെന്റിന്റെ തീരുമാനം പുതിയ കാര്യമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് പ്രതിഷേധിച്ചവരാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷം. അപ്പോൾ അത് അവർ ചെയ്തു വെച്ച സംഗതികളിലുള്ള ജാള്യത അത് മറക്കാനാണ് ഇപ്പോഴത്തെ ഈ പ്രചരണങ്ങളൊക്കെ. സത്യത്തിൽ ഞങ്ങൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പരിശോധിക്കുന്നില്ലേ ഉള്ളൂ. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, ഉപസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. ഇനി അടുത്ത 1-ാം തീയതി ചേരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരാണ് PM ശ്രീയിൽ ഒപ്പിട്ടതെന്നും ജാളിത മറയ്ക്കലാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. PM ശ്രീ കരാർ റദ്ദാക്കാൻ കോടതിയെ സമീപിക്കണമോ എന്നത് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിക്കും. കോഴിക്കോട് വിദ്യാർത്ഥി ചാരായം സ്കൂളിലേക്ക് കൊണ്ടുവന്ന സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ബാഗുകൾ പരിശോധിക്കാൻ അധ്യാപകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ചീത്ത പറഞ്ഞും ശിക്ഷിച്ചും വിദ്യാർത്ഥികളെ തിരുത്താൻ കഴിയില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പരിശോധിക്കാൻ അനുമതി നൽകിയാൽ ദുരുപയോഗം ചെയ്തേക്കും. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ +1 അധിക സീറ്റും ബാച്ചും അനുവദിക്കുമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. 3-ാം അലോട്ട്മെന്റിന് ശേഷം പാലക്കാടും മലപ്പുറത്തും സീറ്റ് ക്ഷാമം ഉണ്ടായേക്കും. പരിഹാര നടപടികൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.